രാത്രി 11 മണി 12 മണിക്കൊക്കെ അനക്കവും നമ്മളെ വീട്ടിൻ്റെ അടുത്തുകൂടെ തന്നെ വന്ന് കതവിന് തട്ടക്കും. വളരെ രീതിയിൽ മയക്കുമരുന്ന് കഴിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ ഭാഗത്ത് വരുന്നെന്നാണ് ഇപ്പം നമ്മുടെ ഈ പരിസരവാസികൾ നമ്മളിപ്പോഴെല്ലാം നമ്മൾ കാണാൻ കഴിയുന്നത്. 3 പേരെ പിടിച്ചതിൽ ഒരാൾ ഈ വിലങ്ങും കൊണ്ട് ഓടി. ചില സ്കൂളുകളിലെ കുട്ടികൾ വരെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും നമ്മളെ പേടിപ്പിക്കുന്ന കാര്യം. പ്രകൃതി ഭംഗി തുളുമ്പുന്ന വർക്കല ഇലകമൺ കായൽ തീരം ഇപ്പോൾ ഭീതിയുടെ നിഴലിലാണ്. ലഹരി മാഫിയയും സാമൂഹ്യ വിരുദ്ധരും പ്രദേശം കൈയടക്കിയതോടെ സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഇലകമൺ കായൽപ്പുറം സംഘത്തൊടി പ്രദേശം കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നത്. സാറേ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ, എൻ്റെ 2 മക്കളും അടുത്തില്ല. പിന്നെ ഇവിടെ വെള്ളമടി, ചാരായ കച്ചവടം അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ അവർ നമ്മളെ കാണുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വെളിയിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളടുത്ത് മോശമായിട്ട് സംസാരിക്കും. അയിരൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഒരു ഫലവും ഇല്ല സാറേ. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ വരുന്ന കാണുമ്പം ഇവിടെ വെള്ളത്തിലിറങ്ങും, നമ്മൾ അറിയിക്കുമ്പം കായലിലിറങ്ങും. അവർ കുളിക്കാൻ വരികയല്ലേ, പിന്നെ എന്താ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം എല്ലാം പേടിച്ചാണ് നേരം വിളിപ്പിക്കുന്നത്. ഇപ്പം രാത്രി 11 മണി 12 മണിക്കൊക്കെ അനക്കവും നമ്മളെ വീട്ടിൻ്റെ അടുത്തുകൂടെ തന്നെ വന്ന് കതവിന് തട്ടക്കും. വീട്ടിൽ തന്നെ വന്ന് കതവിന് മുട്ടക്കവും ഓരോ സൗണ്ട് വെപ്പും എല്ലാം ഉണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, അയിരൂർ സ്റ്റേഷനിൽ എൻ്റെ പരാതി ഉണ്ട്. എന്നിട്ട് ഇതുവരെ ഇതിനൊരു നടപടി എടുത്തിട്ടില്ല. അങ്ങനെ പേടിച്ചാണ്. പക്ഷെ ഇപ്പൊ ഇനി ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണോ വരുന്നത്? ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ മുഖേനയാണ്, മേളിൽ നിന്നാണ് വരുന്നത്, വേറെ ഭാഗത്തു നിന്നാണ് വരുന്നത്. പക്ഷെ ഇവരെ അറിവോട് വരുന്നതാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവിടെ വിൽക്കുന്നവരുണ്ട്. വെള്ളം ഇത് ചാരായം കച്ചവടം, കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കച്ചവടമുണ്ട്. തീരത്തെ വിജനമായ വീടുകളും ഇടതൂർന്ന കണ്ടൽക്കാടുകളുമാണ് ഇവരുടെ പ്രധാന താവളം. പകൽ സമയങ്ങളിൽ പോലും പരസ്യമായ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഇവിടെ പതിവ് കാഴ്ചയാകുന്നു. വിദ്യാർത്ഥികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം സംഘങ്ങളുടെ വലയിൽ വീഴുന്നത് രക്ഷിതാക്കളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഹരിഹരപുരം സംഘത്തൊടി എന്ന് പറയും. ഇവിടെ ഏറ്റവും കൂടുതൽ കയർ മേഖല ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. കയർ തൊഴിലാളികളും തൊണ്ടടി തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു ബിസിനസ് മേഖലയായിരുന്നു. ഇവിടെ ആ സ്ഥലത്താണിപ്പം ഇത്തരണത്തിൽ കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമായിട്ട് മാറി. വലിയ ശല്യമാണ്, വെറും ശല്യമല്ല. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഇവിടേക്കോ ഉള്ള പയ്യന്മാർ വരികയും പിന്നെ കഞ്ചാവ്, കള്ളുകൂടി ഇവിടെ വന്ന് അയൽക്കാർക്ക് ജീവിക്കാൻ വയ്യ, അയലത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോഴത്തെ സാമൂഹിക രീതി വെച്ച് നോക്കുമ്പോൾ വളരെ രീതിയിൽ മയക്കുമരുന്ന് കഴിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ ഭാഗത്ത് വരുന്നെന്നാണ് ഇപ്പം നമ്മുടെ ഈ പരിസരവാസികൾ നമ്മളിപ്പോഴെല്ലാം നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനൊരു അറുതി വന്നേ പറ്റും. നമ്മുടെ നാട്ടിൽ വരുന്ന വഴിക്കെല്ലാം നിരവധി വീടുകളുള്ള സ്ഥലമാണ്, ഒരുപാട് വീടുകളുണ്ട്. ഇവർക്കെല്ലാം ജീവിക്കണ്ടേ? ഇതെല്ലാം മയക്കുമരുന്നെല്ലാം കഴിച്ച് കള്ളും കുടിച്ചിട്ട് ഈ കയറിപ്പോണ വഴിക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ പോലീസും പിന്നെ ഭരണമൊക്കെ നല്ല രീതിയിൽ ഇടപെടണം. തീർച്ചയായിട്ടും ഇവിടെ ഈ സംഘത്തൊടി മേഖല മാത്രമല്ല, നമ്മളെ ഇവിടുന്ന് ഈ കായൽ തീരം ഇവിടുന്ന് അങ്ങോട്ട് മേഖലകൾ കംപ്ലീറ്റ് ഇതേ കണക്ക് ദുരിതമുണ്ട്. ഇതേ കണക്ക് ഇപ്പം ചില സ്കൂളുകളിലെ കുട്ടികൾ വരെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും നമ്മളെ പേടിപ്പിക്കുന്ന കാര്യം. ചില സ്കൂളുകളിലെ കുട്ടികൾ യൂണിഫോമോട് കൂടി വരെ ഇങ്ങനെയുള്ള മേഖലകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ പരിസരത്ത് നമ്മുടെ യുവജനങ്ങളെല്ലാം ഇടപെട്ട് ഇവരെല്ലാം തിരിച്ച് പറഞ്ഞു വിട്ടായിരുന്നു, ഇങ്ങനെയൊന്നും കയറി വരരുത്, ഈ ഏരിയയിലൊന്നും വന്ന് ഇത് കണക്ക് സമയം കളയരുത്. യൂണിഫോമിലാണ് വരുന്ന കുട്ടികൾ. ഈ സാമൂഹ്യ വിപത്തിന് വലിയ ഒരു അറുതി വരുത്തിയേ പറ്റൂ. കാര്യം ഈ തീരമേഖല ഏറ്റവും മനോഹരമായ സ്ഥലമാണ് നമ്മുടെ ഈ ഹരിഹരപുരം മേഖലയും. അത് കണക്ക് കായൽപ്പുറം, നമ്മുടെ പള്ളിത്തൊടി മേഖല, നെല്ലേറ്റിൽ, ഈ മേഖലയെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വളർന്നു വരേണ്ട സാഹചര്യമുള്ളൊരു സ്ഥലമാണിത്. കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെ പ്രതികൾ കൈവിലങ്ങുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. നാട്ടുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ സാഹസികമായി പിടികൂടിയെങ്കിലും ലഹരി മരുന്ന് കണ്ടെത്താനായില്ലെന്ന കാരണത്താൽ ഇവരെ പിന്നീട് വിട്ടയച്ചു. ഞാൻ വർക്കല പോയിട്ട് വന്നപ്പോൾ പിന്നെ 3-4-5 പേരിങ്ങനെ ഓടുന്നു. അങ്ങനെ ഞാൻ ആരാന്നറിയാതെ ഇവരെ പള്ളും പറഞ്ഞു. ഞാൻ വഴക്ക് പറഞ്ഞു, ഇവന്മാരെ കാരണം വഴി നടക്കണ്ടല്ല, കുടിക്കാൻ വരുന്നവരെല്ലാം ഈ താഴോട്ടാന്ന് വരക്കോന്നും പറഞ്ഞ് ഓടി പേടിച്ച് മാറി ഇടിച്ചിട്ടിട്ട് ഓടുന്ന രീതി ഓടിയാൽ തൊട്ട് പുറക്കാൻ പോലീസുകാരുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ഈ വന്ന ഡ്രസ്സൊക്കെ മാറി അപ്പുറത്തോട്ട് ഇങ്ങനെ പോയപ്പോൾ പിന്നെ 3-4 പോലീസുകാരും ഈ പിടിച്ചവരും കൂടെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അവർ നിന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ ഒരു നമ്പർ തന്നിട്ട് പോയാൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, ചേച്ചി അങ്ങോട്ട് മാറുന്നില്ല, തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അറിയുന്ന ഒരാളിനെ വിലങ്ങ് വെച്ചു. 3 പേരെ അവർ പിടിച്ച്, ഈ വന്ന സാറന്മാർ 3 പേരെ പിടിച്ച്. 3 പേരെ പിടിച്ചതിൽ ഒരാൾ ഈ വിലങ്ങും കൊണ്ട് ഓടി. നമ്മളെ ഹരിഹരം ഒരു LPS സ്കൂളുണ്ട് റോഡിൽ, ജംഗ്ഷനിൽ. ആ സ്കൂളിൻ്റെ പുറന്നോട്ടുള്ള വഴിയിലോട്ട് ഓടി. എങ്ങനെയോ പിടിച്ച് അവിടെ ഇട്ട് പിടിച്ച്. പിന്നെ നമ്മളിവിടെ 3-4 വണ്ടി പോലീസ് വണ്ടി വന്ന് HS ഇറക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നമ്പരൊക്കെ തന്നു. എന്തെങ്കിലും ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് നമ്പർ വേണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഇത് കുറേ നാളുകൊണ്ട് ഇവിടെ ഒരു തരത്തിൽ ജീവിക്കാൻ ഒക്കത്തില്ല സാറേ, അത്ര നല്ല ശല്യമാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും ഇത്തരം നടപടികൾ നാട്ടുകാരുടെ പ്രതിഷേധം ഇരട്ടിക്കുകയാണ്. പോലീസ് എത്തുമ്പോൾ കായൽ നീന്തി രക്ഷപ്പെടുന്നത് പ്രതികൾ പതിവാക്കിയിട്ടുണ്ട്. കൃത്യമായ പെട്രോളിങ്ങോ നിരീക്ഷണമോ ഇല്ലാത്തത് ഇവർക്ക് തുണയാകുന്നു. ലഹരി സംഘങ്ങളെ ഭയന്ന സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങി നടക്കാൻ പോലും മടിക്കുകയാണ്. ഇവിടെ നടന്നത് ഭയങ്കര വിചിത്രമായൊരു സംഭവമാണ്. അതായത് 4-5 പേര് ഇവിടെ ഉണ്ടെന്ന് പോലീസുകാർക്ക് മെസ്സേജ് കൊടുത്തു. അങ്ങനെ അവർ വന്നപ്പോൾ ആദ്യം ഒരുത്തനെയാണ് കിട്ടിയത്. അപ്പോൾ ഇവൻ പിന്നെ പിടിച്ചപ്പോഴത്തേക്ക് ചോദിച്ച് മറ്റുള്ളവരെ വെച്ചപ്പം പറഞ്ഞ് അപ്പുറത്ത് ഒളിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവനെ പിടിക്കാനായിട്ട് പോലീസുകാർ ഇവനെ കൂടെ വെച്ചിട്ട് ഇവനെ കൈവിലങ്ങ് അപ്പോഴത്തേക്ക് ഒരു കാര്യം, ഇവൻ ആകെ ഒരു ഫ്രോഡാണെന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. വലിയൊരു ഫ്രോഡായിരുന്നു. ഇവനെ പല കേസുകളിലും പ്രതിയായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുറ്റിക്കാട്ടിലോട്ട് പോയപ്പോൾ പോലീസിനെ തള്ളിയിട്ടുണ്ട് പോയി. അപ്പോൾ മറ്റു 2 പിടിക്കുന്ന വിചാരിച്ച് പോലീസുകാരും പാവം വീണുപോയി. അവർ വളരെ സാഹസികമായിട്ടാണ് ഇവനെ പിടികൂടേണ്ടി വന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മിക്കവരുടെ ഒരു പ്രയോഗം എന്ന് പറയണ നേരെ കായലി എടുത്തിയാണ്, എന്നിട്ട് ഇവിടെ കിടന്ന് കുളിക്കുന്ന കണക്കാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് കാണുമ്പോഴേ അവർ കുളിക്കുകയല്ലേ എന്നൊരു ഇതിലാണ് പോകുന്നത്. പക്ഷെ അങ്ങനല്ല. ഈ വിലങ്ങാട്ട് ഓടിയ പ്രതി വിലങ്ങാട്ട് ഇവിടുന്ന് ഓടിയിട്ട് പോലീസുകാർ ഓടിയിട്ട് കിട്ടിയില്ല. കാര്യം അവന് എനിക്ക് തോന്നുന്നു അവന് കൃത്യമായി ഈ ഏരിയകൾ അറിയാവുന്ന ഒരു തന്നെന്നാണ് തോന്നുന്നത്. കാര്യം അവൻ പോയ വഴി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഈ അണ്ടർവേർഡോട് കൂടിയാണ് ഇറക്കി ഓടുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ ചെന്നിട്ട് ഒരു വീട്ടിൽ കയറി വേറൊരു കൈലി എടുത്തു. ആ കൈലിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് പകുതിയിൽ വേറൊരു വീട്ടിൽ കയറിയിട്ട് വേറൊരു കൈലി മാറ്റി പോയി. പക്ഷേ എന്തായാലും മുകളിൽ ഹരിഹരപുരത്ത് സ്കൂളിൻ്റെ അടുത്തിട്ട് ഇവനെ പോലീസുകാർ പിടികൂടി. പക്ഷേ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അവരുടെ മിടുക്ക് തന്നെയാണ് 100%. ആ പോലീസുകാരുടെ സമ്മതിക്കണം. അവർ അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ഇവനുമായിട്ടൊക്കെ മൽപ്പിടുത്തം നടത്തിയാണ് അവനെ പിടിച്ചതും പോലീസിന് കൈമാറുകയൊക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഈ നാട്ടിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഹരിഹരപുരത്ത് ഈ സംഘത്തൊടിയിലും ഈ പരിസരത്തും പള്ളിത്തൊടിയിലും കായൽപ്പുറത്തും നെല്ലേറ്റിൽ ഭാഗങ്ങളിലും നമ്മുടെ ഈ കായൽ തീരമൊക്കെ സമാധാനം വേണം. ഇവിടെ സമാധാനത്തോടു കൂടി ഇവിടെ താമസിക്കുന്ന നിരവധി ജനങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. അവർക്ക് സമാധാനം വേണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോലീസും അധികാരികളും ഇതിൽ ഇടപെട്ടേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമാധാനം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ നാട്ടുകാരെന്ന നിലയിൽ നമ്മുടെ ആഗ്രഹം അതാണ്. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമോ? ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന ഈ ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ ഗ്രാമവാസികൾ.